നിങ്ങൾ കയറി വാ പിള്ളേരെ. ഇവിടം വരെ വന്നിട്ട് അകത്തൊന്ന് കയറിയിരുന്നില്ലല്ലോ. എന്നതാ ഇത്ര തെറുതി? ഒന്നും ഉണ്ടായിട്ടില്ല ടീച്ചറെ, സമയമില്ലല്ലോ. പിന്നെ എല്ലാ ടീച്ചേഴ്സിനും അങ്ങോട്ട് പ്രത്യേകം ക്ഷണിക്കണ്ടേ. ടീച്ചറിന്റെ വീട് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് പാടുപെട്ടു. എന്തായാലും ടീച്ചർ പറഞ്ഞു. ഒത്തിരി ബാച്ചുകാർ ഇവിടെ വരുന്നുണ്ടടാ. ഞാൻ എല്ലാത്തിനും ഒന്നും പോകാറില്ല, പറ്റത്തുമില്ല. ഞങ്ങൾ അങ്ങനെയല്ലോ ടീച്ചറെ, ഞങ്ങൾ ഇച്ചിരി സ്പെഷ്യൽ അല്ലേ. ഞങ്ങളല്ലേ ടീച്ചറിൻ്റെ ആദ്യത്തെ കുട്ടികൾ. അതെ, അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ വന്നേക്കാം മക്കളെ. നിങ്ങൾ ഇപ്പോഴും അവൻ്റെ കൂടെ തന്നെയാണോ പിള്ളേരെ നടപ്പ്? കണ്ടില്ലേ, അവൻ ഇപ്പോഴും എൻ്റെ മുന്നിൽ വരാനായിട്ട് പേടിയാ. അത്രയ്ക്കുണ്ടായിരുന്നില്ല അവൻ്റെ കള്ളത്തരങ്ങൾ. ടീച്ചർ അതൊന്നും മറന്നില്ലേ? അവനാ പഴയ ആളൊന്നും അല്ല ടീച്ചറെ ഇപ്പം. ഓ, കണ്ടാൽ തന്നെ അറിയത്തില്ല അവൻ രക്ഷപ്പെട്ടിട്ടില്ലെന്ന്. അവൻ അന്ന് ആ മോഷണത്തിന് പിടിച്ചിട്ട് സ്കൂളിൽ നിന്ന് പോയതല്ലേ. പിന്നെ ഇപ്പോഴാണ് ഞാൻ അവനെ കാണുന്നത്. ടീച്ചറെ, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ, പോയിട്ട് കുറച്ച് പണി തീർക്കാനുണ്ട്. ആട്ടോ മക്കളെ. പിന്നെ ട്രൈ ടു അവോയ്ഡ് ദിസ് ഗായ്. ടീച്ചറെ, അന്നാ മോഷണത്തിന് ശേഷം ടീച്ചർ അവനെ കണ്ടിട്ടില്ലെന്നല്ല പറഞ്ഞേ. പക്ഷെ അവനെ കാണാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിലില്ല. കാരണം അവനല്ല അന്ന് മോഷ്ടിച്ചത്, ഞാനായിരുന്നു. എനിക്ക് വേണ്ടി അവൻ കള്ളനായത്. നിനക്ക് വേണ്ടിയോ? അതെ ടീച്ചറെ, അന്ന് എനിക്ക് തോന്നിയ ചെറിയൊരു കുസൃതിയായിരുന്നു. ക്ലാസ്സിലെ 6 പിള്ളേരുടെ പൊതിച്ചോറ് ഞാൻ എടുത്ത് കഴിച്ചു. പിടിക്കപ്പെടുമെന്നായപ്പം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. അതിനിടയ്ക്ക് ആരോ അവൻ്റെ പേര് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവൻ കള്ളനായി. എൻ്റെ പേടി കണ്ടിട്ട് അവനത് മാറ്റാനൊന്നും നിന്നില്ല. അങ്ങനെ അവൻ എനിക്ക് വേണ്ടി കള്ളനായതാ. അന്ന് മുതൽ ഞങ്ങൾ ചങ്കുകളാണ് ടീച്ചറെ. അവൻ ഞങ്ങൾക്കുണ്ടല്ലോ അഭിമാനമാണ്. ടീച്ചറെ, നേരത്തെ അവനെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞില്ലേ? ശരിക്കും അവനാ ടീച്ചറെ ഞങ്ങളെ അവോയ്ഡ് ചെയ്യേണ്ടത്. ടീച്ചറിനെ മനസ്സിലാ കൊള്ളരാത്തവനുണ്ടല്ലോ, ഇന്നൊരു താലൂക്ക് ഭരിക്കുന്ന തഹസിൽദാറാണ്. പിന്നെ ഇപ്പോൾ ഒരു പ്രൊമോഷൻ കൂടി ആയിട്ടുണ്ട്, അടുത്ത ഡെപ്യൂട്ടി കളക്ടറാണ്.